പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ജീവൻ നിലനിർത്താൻ വേണ്ടിയാണ്. അത് ഭയങ്കരമായൊരു വചനമാണ്. 45:5 ഉൽപ്പത്തി പുസ്തകം. എന്താണ്? ജീവൻ നിലനിർത്താൻ വേണ്ടിയാണ് ദൈവമാണ് എന്നെ. അപ്പം നിങ്ങളല്ല, നിങ്ങൾ ഉപകരണമായിരുന്നു. ഇതിൻ്റെ പിന്നിൽ ദൈവം ഉണ്ടായിരുന്നെന്നാണ് പറയണത്. എല്ലാ തോൽവിയുടെയും പരാജയത്തിൻ്റെയൊക്കെ പിന്നിൽ ഒരു വിശ്വാസിക്ക് ദൈവത്തെ മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ. നീ ഒരു മനുഷ്യനെയാണ് കാണുന്നുണ്ടെങ്കിൽ നീ ഒരു വിശ്വാസിയെ തുടരുന്നതിൽ വലിയ അർത്ഥമൊന്നുമില്ല. എല്ലാ പരാജയങ്ങളുടെ പിന്നിൽ ഇപ്പം നിനക്ക് കാനഡയിൽ പോകാൻ പറ്റിയില്ലെന്ന് വിചാരിച്ചോ? പറ്റിയില്ല. അതിന് പ്രത്യേക കാരണങ്ങളുണ്ട്. വസ്തു വിൽക്കാൻ അപ്പം സംഭവിച്ചില്ല, അതിന് ചേടത്തെ സംഭവിച്ചില്ല. ഞങ്ങളുടെ ഓഹരി തന്നിട്ട് വിറ്റാൽ മതി, വിൽക്കുക തുലക്കുക എന്തുവേണം ചെയ്തോ, അത് ഞങ്ങൾക്ക് അറിയേണ്ട ആവശ്യമില്ല, ഞങ്ങൾക്ക് തരാനുള്ള തന്നേക്കാൻ പറയാം. ബെൻഡിങ് ഇടുമ്പോൾ അപ്പൻ ഒന്നും ചെയ്യാൻ പറ്റാതെ വരും. അപ്പോൾ നിങ്ങൾ ജീവിതകാലം മുഴുവൻ മോന്തം കയറ്റി അപ്പൻ്റെ അടുത്ത് പറയും, ഇത് അവർ പറഞ്ഞ് കേട്ടില്ലേ, എനിക്ക് അന്ന് സഹായിച്ചെങ്കിൽ ഞാൻ ഇന്ന് എവിടെ ഇരുന്നേ. എവിടെ ഇരിക്കും നമുക്ക് ആർക്കും അറിയത്തില്ല. നിങ്ങൾ എവിടെ ഇരുന്നാലും ദൈവത്തിൻ്റെ അടുത്തിരിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ എവിടെ ഇരുന്നിട്ടും വലിയ കാര്യമൊന്നുമില്ല. കൈ ഇടിച്ച് കർത്താരസുണ്ട്. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഭൂതകാലങ്ങളിൽ സംഭവിച്ചിട്ടുള്ള കുരിശിനെ വർത്തമാനകാലത്തെ കൃപയായിട്ട് കൺവേർട്ട് ചെയ്യാനുള്ള ഒരു സോഫ്റ്റ്വെയറിൻ്റെ പേരാണ് ക്രിസ്തു. ക്രിസ്തു എല്ലാ ഭൂതകാല കുരിശിനെയും പരാജയങ്ങളെയും വർത്തമാനകാലത്ത് വിജയമായി കൺവേർട്ട് ചെയ്യും. അതുകൊണ്ടാണ് പൗലോസ് കൊളോസ്യസ് 1:24 വായിച്ച് സ്തുതിക്കട്ടെ 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 ഹല്ലേലൂയ കൊളോസ്യൻസ് 1:24 നിങ്ങളെ പ്രതിയുള്ള പീഡകളിൽ ഞാൻ സന്തോഷിക്കുന്നു. ഒന്ന് പറഞ്ഞാൽ നിങ്ങളെ പ്രതിയുള്ള പീഡകളിൽ ഞാൻ സന്തോഷിക്കുന്നു. സഭയാകുന്ന തന്റെ ശരീരത്തെ പ്രതി ക്രിസ്തുവിന് സഹിക്കേണ്ടി വന്ന പീഡകളുടെ കുറവ് എന്റെ ശരീരത്തിൽ ഞാൻ നികത്തുന്നു. അപ്പോഴേ ഇതുപോലെ സഭയ്ക്ക് വേണ്ടിയാണ് ക്രിസ്തു ക്രൂശിക്കപ്പെടുകയും ക്രിസ്തുവിൻ്റെ പീഡാസഹനങ്ങൾ അനുഭവിക്കുകയും ചെയ്തത്. അതുകൊണ്ടാണ് അത് പത്രോസ് അങ്ങനെ പറയത്തില്ല, പൗലോസ് അത് പറയും. കാര്യം പൗലോസിനോട് അത് പറഞ്ഞുകൊണ്ടാണ് അവനെ തള്ളി താഴെയിട്ടത്. എന്താണ്? നീ എന്നെ പീഡിപ്പിക്കുന്നത് എന്ത്? 9-ാം അധ്യായം ആക്സില്ലേ, നടപടി പുസ്തകത്തിൽ 9-ാം അധ്യായത്തിൽ എന്താ ചോദിച്ചത്? നീ എന്നെ പീഡിപ്പിക്കുന്ന എന്ത്? നിന്നെ ഞാൻ പീഡിപ്പിച്ചില്ലല്ലോ. വിശ്വാസികളെയല്ലേ പീഡിപ്പിച്ചതെന്ന് പൗലോസിന് പറയാം. പക്ഷേ ഈശോയ്ക്ക് വിശ്വാസികൾ നമ്മൾ സഭയില്ല, സഭ മാത്രമേ ഉള്ളൂ. എൻ്റെ ദൈവവേദന സഭ വ്യത്യസ്തമായ കാലഘട്ടങ്ങളിലൂടെ കടന്നു പോവുകയാണ്. അപ്പോൾ ദൈവവേദന നിനക്ക് സഭയ്ക്ക് നൽകാനുള്ളത് എന്താണ്? പ്രാർത്ഥന മാത്രമല്ല, നിൻ്റെ ഇതുപോലെയുള്ള സഹനങ്ങളെ ക്രിസ്തുവിൻ്റെ കുരിശോട് ചേർത്ത് വെക്കുമ്പോൾ
സഭയ്ക്കായി കാഴ്ചവെക്കണം. പ്രാർത്ഥിക്കുക. കർത്താവേ ദൈവമേ, കർത്താവായ ഞാൻ ദൈവമേ, ഭൂതകാലങ്ങൾ അനുഭവിച്ച സഹനങ്ങള് ക്രിസ്തുവിനോടുകൂടി ചേർത്ത് വെക്കുമ്പോഴേ അതിന്റെ കൃപ സഭയിൽ നിറയാൻ സഭയ്ക്കായി കാഴ്ചവെക്കുന്നു. സഭയുടെ അഭിഷേകത്തിനായി കാഴ്ചവെക്കുന്നു. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. കൈയടിച്ചുകൊണ്ട് ശരീരത്തിൽ ചുളുങ്ങിയ സ്ഥലങ്ങൾ കാണിക്കുന്നുണ്ട്. ചുളുങ്ങിയ സ്ഥലങ്ങൾ ചിലപ്പോൾ ബ്രെയിനാകാം, ചിലപ്പോൾ ശ്വാസകോശമാകാൻ ചുരുങ്ങിയത്, ചിലപ്പോൾ കിഡ്നി ആകാം. ഡോക്ടർ നിന്നോട് എന്നാ പറഞ്ഞിരിക്കുന്നത് ദൈവവേദനയിലെ ഇപ്പോൾ ഓർക്കുക. കർത്താവ് നിന്നെ സുഖപ്പെടുത്താൻ പോകുന്നു. ചുളുങ്ങിയ സ്ഥലങ്ങളിലേക്ക് ഡയഗ്നോസ് ചെയ്തിട്ടുള്ളവരെ അവിടെ കൈവച്ചുകൊണ്ട് സ്തുതിക്കട്ടെ. നിങ്ങളുടെ ബന്ധുക്കൾക്ക് വേണ്ടി സ്തുതിക്കാം, ആർക്ക് വേണ്ടി നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം. സ്തുതിക്കട്ടെ. കർത്താവേ, ഇപ്പോഴേ ചുളുങ്ങിയ ഭാഗങ്ങൾ, കുടലിൻ്റെ ചുളുങ്ങിയ ഭാഗങ്ങൾ, കരളിൻ്റെ ചുളുങ്ങിയ ഭാഗങ്ങൾ, ശ്വാസകോശങ്ങളുടെ ചുളുങ്ങിയ ഭാഗങ്ങൾ, ഗർഭാശയത്തിൻ്റെ ഒതുങ്ങി ചുളുങ്ങിയ ഭാഗങ്ങൾ, കർത്താവെ അണ്ടവാഹിനികളും അണ്ടാശയങ്ങളുടെയും ചുളുങ്ങിയ ഭാഗങ്ങൾ, എവിടെയെല്ലാം ഞരമ്പുകൾ ചുളുങ്ങിയിട്ടുണ്ട്, എവിടെയെല്ലാം ഞരമ്പുകൾ തേഞ്ഞു പോയിട്ടുണ്ടോ, എവിടെയെല്ലാം ഞരമ്പുകൾ ജാമായിട്ടുണ്ട്, എവിടെയെല്ലാം കോശങ്ങൾ ദ്രവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, യേശു ക്രിസ്തുവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തെക്കുറിച്ച് അടയാളത്തിൽ ദൈവ മഹത്വത്തിനായി യേശുനാമത്തിൽ സൗഖ്യപ്പെടട്ടെ. ശ്രുതികട്ടെ. ഹല്ലേലൂയ. കൈയടിച്ചുകൊണ്ട് സന്തോഷത്തോടെ ദൈവവേദന ഇന്ന് കർത്താവിൻ്റെ വചനത്തിൻ്റെ വെളിപാടുകൾ എങ്ങോട്ടാ പോകണമെന്ന് ചോദിക്കുക. നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം കേട്ടോ. അതായത് നിന്നെക്കുള്ള കൃപ ഇന്നലെ കുരിശായി തന്നിട്ടുണ്ട്, അത് നിൻ്റെ കൂടെ ഉണ്ടെന്നാണ് പറയണേ. ഇറ്റ്സ് ഓൺലി എ മാറ്റർ ഓഫ് കൺവേർട്ടിങ് ഇറ്റ്. നിനക്കുള്ള കൃപ ഇന്നലെ കുരിശായി തന്നിട്ടുണ്ട്, അത് നിൻ്റെ കൂടെയുണ്ടെന്നാണ്. ഇറ്റ്സ് ഓൺലി എ മാറ്റർ ഓഫ് കൺവേർട്ടിങ് ഇറ്റ്. ഇന്നലെയുള്ള സങ്കടങ്ങളെയും ഇന്നലെ ഉണ്ടായ രോഗങ്ങളെയും ഇന്നലെ ഉണ്ടായ നിരാശകളെയും ഇന്നലെ ഉണ്ടായ പരാജയങ്ങളെയും പ്രാർത്ഥിക്കുക. ഇന്നലെ ഉണ്ടായ കുരിശുകളെ, ഇന്നലെ ഉണ്ടായ സങ്കടങ്ങളെ, ഇന്നലെ ഉണ്ടായ അപമാനങ്ങളെ, ഇന്നലെ ഉണ്ടായ പരാജയങ്ങളെ എൻ്റെ രക്ഷക, എൻ്റെ കർത്താവേ, എൻ്റെയും നിന്റെയും അമ്മയായ പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ മാധ്യസ്ഥതയിലെ
നിന്റെ കുരിശിനോട് ചേർത്ത് വെക്കുന്നു അപ്പോസ്തലികമായ ഈ നടപടിക്രമങ്ങളിലൂടെ എന്നെ കൃപയാൽ നിറക്കണമേ, എന്നെ കൃപയാൽ നിറക്കണമേ, എന്നെ കൃപയാൽ ഈ നിമിഷം നിറക്കണമേ. ശ്രുതിക്കട്ടെ ശ്രുതിക്കട്ടെ ശ്രുതിക്കട്ടെ. സന്തോഷത്തോടെ പാടുക. ഭൂതകാലങ്ങളിലെ കുരിശാണ് വർത്തമാനകാലത്തെ കൃപ എന്നാണ് ഇപ്പോഴേ സുവിശേഷിച്ചുകൊണ്ടിരിക്കുന്നത് പരിശുദ്ധാത്മാവ്. അപ്പോൾ ഭൂതകാലത്തെ കുരിശിനെക്കുറിച്ച് ഇതിനെ നമ്മൾ എങ്ങനെയാണ് സ്വീകരിക്കേണ്ടത്? ദൈവത്തിൻ്റെ പിൻസ്വരമായിട്ട് സ്വീകരിക്കണം. ഭൂതകാലത്തിലെ കുരിശ് ദൈവത്തിൻ്റെ പിൻസ്വരമായിട്ടൊരു വ്യക്തി സ്വീകരിക്കപ്പെടണം. ഇപ്പം പിന്നിൽ നിന്നൊരു സ്വരം കേൾക്കുമെന്ന് പറഞ്ഞില്ലേ, ആ ദൈവത്തിൻ്റെ സ്വരമാണല്ലോ അല്ലേ? ഐസയാ 30:21. ശ്രുതിക്കട്ടെ ശ്രുതിക്കട്ടെ ശ്രുതിക്കട്ടെ. ശ്രുതിക്കട്ടെ ശ്രുതിക്കട്ടെ. 30:21. നീ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ, ഒന്ന് ഏറ്റു പറഞ്ഞേ, നീ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ, നിന്റെ കാതുകൾ പിന്നിൽ നിന്ന് ഒരു സ്വരം ശ്രവിക്കും. ഇതാണ് വഴി, ഇതിലേ പോവുക. പിന്നിലെ സ്വരമാണ് ദൈവത്തിൻ്റെ സ്വരം. അത് ഭൂതകാലത്ത് സംഭവിച്ചിട്ടുള്ള കുരിശുകളും ക്ലേശങ്ങളിലൂടെയാണ് നമ്മൾ പിന്നിലെ സ്വരങ്ങൾ കേൾക്കുന്നത്. അതാണ് ആ പിന്നിലെ സ്വരം കേട്ട ആളാണ് ജോസഫ് അല്ലേ? ജോസഫ് എന്താ പറയണത്? നിങ്ങൾ കരയണ്ട, എന്നെ കിണറ്റിൽ തള്ളിയിട്ടെന്നു അറബികൾക്ക് വിറ്റെന്ന് ഓർത്തുണ്ട്, കരയണ്ട. എന്താണ്? ജീവൻ നിലനിർത്താൻ വേണ്ടി. ഒന്ന് പറഞ്ഞേ, ജീവൻ നിലനിർത്താൻ വേണ്ടി ദൈവമാണ് എന്നെ നിങ്ങളിലൂടെ കിണറ്റിൽ തള്ളിയിട്ടത്. ജീവൻ നിലനിർത്താൻ വേണ്ടി ദൈവം നിങ്ങളിലൂടെ എന്നെ അറബികൾക്ക് വിറ്റതാണ്. അപ്പൊ ആരാണ് ചെയ്തിരിക്കണത്? എല്ലാം ദൈവമാണ് ചെയ്തത്. ഇതാണ് ഭൂതകാലത്തിലെ കുരിശിന്റെ വിഷയം. നിങ്ങൾ നാത്തും പോരും കുടുംബപ്പോരും ഒന്നും വെച്ചുകൊണ്ടിരിക്കരുത്. ഇതെല്ലാം സ്ക്രാപ്പാണ്. ഈ വേസ്റ്റ് കൊണ്ട് നമ്മൾ വിളക്ക് കത്തിക്കും. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. മഹത്വം പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ഇന്നലെ ഇനി അനുഗ്രഹിച്ചിട്ടില്ലെന്ന് തന്നെ വിചാരിച്ചോ? നിന്നെ എല്ലാവരും സാക്ഷ്യം പറയുമ്പോൾ ഈ സാക്ഷ്യം കേൾക്കുന്നവർ പറയും, ഓ അവരൊക്കെ ദൈവം അനുഗ്രഹിച്ചു, എന്നെ മാത്രം തിരിഞ്ഞു നോക്കണില്ല. സാക്ഷ്യം കേൾക്കുമ്പോൾ കുറേ ആൾക്കാർക്ക് സന്തോഷം, കുറേ ആൾക്കാർക്ക് ദുഃഖമാണേ. ആർക്കാണ് അറിയാൻ പറ്റാത്ത ഇത് അല്ലേ? ദൈവം നീ അറിയണം, ഇന്നലെ അനുഗ്രഹിക്കണതും ഇന്ന് അനുഗ്രഹിക്കണതും ദൈവത്തിനൊരുപോലെയാണ്. മനസ്സിലായില്ലേ? ഇന്നലെ അനുഗ്രഹിച്ചില്ല എന്ന് വിചാരിച്ചുകൊണ്ട് ഇന്നലെ അനുഗ്രഹിക്കാത്ത കാലങ്ങളെ ഓർത്ത്
നീ വിഷമിക്കണത് നീ മനുഷ്യനായത് കൊണ്ടാണ്. ദൈവം വിഷമിക്കാത്തത് ദൈവം കാലത്തിന് എവർ പ്രസൻറ്റിൽ ജീവിക്കുന്ന കൊണ്ടാണ്. ഒരുത്തൻ വെളുപ്പാങ്കാലത്തെ ജോലിക്ക് വിളിച്ചു എന്ന് വിചാരിച്ചുകൊണ്ട് കണക്ക് തീർക്കുമ്പോഴേ കർത്താവ് ഒരുപോലെ തീർക്കത്തുള്ളൂ. മനസ്സിലായില്ലേ? അങ്ങനെ എടുക്കണം നമ്മൾ. 20 മത്തായിയുടെ സുവിശേഷം 20-ാം അധ്യായം അല്ലേ? ശ്രുതികടെ 16-ാമത്തെ വാക്യം. മത്തായി 20:16. പിമ്പന്മാർ മുമ്പന്മാരും മുമ്പന്മാർ പിൻപന്മാരുമാകും. പ്രൈസ് ദി ലോർഡ് എന്ന് പറഞ്ഞ മുമ്പന്മാർ പിമ്പന്മാരും മുൻപന്മാർ പിൻപന്മാരും പിമ്പന്മാർ മുമ്പന്മാരുമാകും. ഇനി 15-ഉം 14-ഉം വായിച്ചേ. 15-14 മത്തായി ശ്രീഹായുടെ സുവിശേഷം 20:15-14 വായിച്ചേ. 20:14. നിനക്ക് അവകാശപ്പെട്ടത് വാങ്ങിക്കൊണ്ട് പൊയ്ക്കൊള്ളുക. അവസാനം വന്ന ഇവനും നിനക്ക് നൽകിയതുപോലെ തന്നെ കൊടുക്കാനാണ് എനിക്കിഷ്ടം. അതാണ് സംഭവം. ഇന്നലെ അനുഗ്രഹിക്കപ്പെട്ടില്ല എന്ന് വിചാരിച്ചുകൊണ്ട് ഒരു അനുഗ്രഹിക്കപ്പെടാത്ത ഒരു ഭൂതകാലമാണ് നിനക്കുണ്ടെങ്കിൽ അത് കർത്താവിനോട് ചേർത്ത് വെക്കേണ്ടതാണ്. അനുഗ്രഹിക്കപ്പെടാത്തൊരു ഭൂതകാലമാണ് നിനക്കുണ്ടെന്ന് വിചാരിച്ചോ. ഓരോരുത്തരും ഓരോ അനുഗ്രഹങ്ങളൊക്കെ പറയുമ്പോൾ ഇടിവെട്ട് അവർക്ക് അനുഗ്രഹം ഉണ്ടാകും. അപ്പം നമ്മളവർക്ക് ദൈവമേ, ഞാനും കുറേ നാളായിട്ട് ഇങ്ങനെ വിശ്വാസിയായിട്ട് ജീവിച്ചു പോവുകയാണല്ല, എന്താണ് ഈ കർത്താവ് എന്നോട് ഒരു കരുണ കാണിക്കാത്തത്? അപ്പോൾ സ്വാഭാവിക മനുഷ്യ തോന്നുന്ന ചോദ്യമാണ്. അതിനെല്ലാം ഈശോ ഉത്തരം പറഞ്ഞിട്ടുണ്ട് നേരത്തെ. ഞാൻ എപ്പോഴും പറയുന്ന, ഞാൻ മാത്രം പറയുന്നൊരു കാര്യമുണ്ട്. ഞാൻ മാത്രം എന്ന് പറഞ്ഞാൽ ഞാനിങ്ങനെ തവളയെപ്പോലെ വീർത്ത് അഹങ്കാരം കൊണ്ട് പറയണമല്ല. എൻ്റെ മനസ്സിൽ കർത്താവ് തോന്നിയിട്ടുള്ള ചില ചോദ്യങ്ങളൊന്നാണ്, തോന്നിച്ചിട്ടുള്ള ഉപദേശങ്ങളൊന്നാണ് നോ കംപ്ലൈൻറ്റ് പ്ലീസ്. ഞാൻ എപ്പോഴും നിങ്ങളോട് പറയും നോ കംപ്ലൈൻറ്റ് പ്ലീസ്. ഞാനത് സ്വന്തം വെച്ചാൽ പരാതി പറയേണ്ടെന്ന്. ഇന്നലെ കിട്ടാവുന്ന അനുഗ്രഹങ്ങളെ ഓർത്തുകൊണ്ട് നിങ്ങൾ ദൈവത്തോട് യുദ്ധത്തിന് പോകരുത്, പരാതി പോകരുത്. അതെന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്താ കാര്യം? നമ്മൾ ഫോളോ ചെയ്യുന്ന സ്പിരിച്വാലിറ്റി മെരിയൻ സ്പിരിച്വാലിറ്റിയാണ്. ഉടമ്പടിക്കൊരു ഒരു സ്പിരിച്വാലിറ്റി ഇല്ലേ? നമ്മളത് മരിയൻ ഉടമ്പടിയാണ്. അമ്മയാണ് ഇതിൻ്റെ അതിൻ്റെ മീഡിയേറ്ററായിട്ട് നിൽക്കുന്നത്. അവരെയാണ് ഇതിൻ്റെ മാതൃക. അവരുടെ മാതൃക മാത്രമേ ഇതിൻ്റെ അകത്ത് ആപ്ലിക്കബിറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. നമ്മുടെ സ്വന്തം മാതൃക ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഇൻ കേസ് എപ്പോഴെങ്കിലും ഫലത്തിൽ നമ്മുടെ പ്രതീക്ഷയ്ക്ക് വിരുദ്ധമായിട്ട് ചില കാര്യങ്ങൾ നടന്നാൽ നമ്മൾ ഉപയോഗിക്കേണ്ടത് മരിയ സ്പിരിച്വാലിറ്റിയാണ് ഉപയോഗിക്കേണ്ടത്. അമ്മ എന്താ പറയണത്? പരാതിയില്ല, ഹൃദയത്തിൽ സംഗ്രഹിച്ചു. എന്താ കാര്യം എന്നറിയാവോ? അതെന്തുകൊണ്ടാണ് പരാതിയില്ലെന്ന് പറയുന്നതിൻ്റെ കാരണം, ദൈവത്തിന് ഏത് സമയത്ത് വേണമെങ്കിലും, ഇപ്പം 3:34 ഒരു വചനമില്ലേ? 3:34 യോഹന്നാന്റെ സുവിശേഷം. ശ്രുതികടെ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. 3:34 ദൈവം അളന്നല്ല ആത്മാവിനെ കൊടുക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അതായത് യോഹന്നാൻ 3:34 എന്താ പറഞ്ഞത്? ഒന്നേറ്റ് പറഞ്ഞ ദൈവം അളന്നല്ല ആത്മാവിനെ കൊടുക്കുന്നത്. ഇത് ഈ ദിവസങ്ങളിൽ ഞാൻ ഈശോയുമായിട്ടിരുന്ന കുറച്ച് ദിവസത്തെ സമയം ഉണ്ടായിരുന്നു. ആ സമയത്തൊക്കെ ഈശോ എന്നോട് പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണെന്നറിയാവോ? അളന്നല്ല ആത്മാവിനെ കൊടുക്കണമെന്ന് പറയുമ്പോഴേ ആത്മാവിനെ അളന്നല്ല കൊടുക്കുന്നതെന്നാണ് വ്യാഖ്യാനിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയല്ല, നിന്നെ അളന്നല്ല തരണമെന്ന്. മനസ്സിലായില്ലേ? ദൈവം നിൻ്റെ ജീവിതം, നിൻ്റെ കഴിഞ്ഞ കാലത്തെ കയ്യിരിപ്പ്, നിൻ്റെ തോന്നിവാസവും ഒക്കെ അളന്നിട്ട് ഗുണിച്ചും കുറച്ചും കൂട്ടിയും ബാക്കിയുള്ളത് ഇങ്ങോട്ട് ബാലൻസ് തരികയല്ല. ദൈവം തരുമ്പോൾ നിൻ്റെ ഭൂതകാലത്ത് നീ ആരായിരുന്നെന്നറിയാതെ അവിടുന്ന് അമർത്തി കുരുക്കി നിറച്ചളന്നവൻ നിൻ്റെ മടിയിലോട്ട് ചൊരിയും. 6:36 ലൂക്കാന്റെ സുവിശേഷം. ശ്രുതിക്കട്ടെ
ഉള്ളിൽ വസിക്കാവരണേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ നമ്മുടെ സുവിശേഷം എന്താണ് ഈശോ എന്ന് പറയുന്നത്? ഭൂതകാലങ്ങളിൽ ഉണ്ടായിരുന്ന കുരിശാണ് വർത്തമാനകാലത്തിലെ കൃപ. പക്ഷേ ഇത് നമ്മളെ സമീപിക്കുന്ന രീതി അനുസരിച്ചാണ് നമുക്കതിൻ്റെ ഏണിങ് വരുമാനം കിട്ടുന്നത്. നമ്മളെങ്ങനെ സമീപിക്കുന്നു. എൻ്റെ മക്കളെ, നമുക്കറിയാലോ, ഉടമ്പടി എന്ന് പറയുമ്പോഴേ മറ്റ് പ്രാർത്ഥനാ രീതികളും ഉടമ്പടിയും തമ്മിലുള്ള ഒരു വ്യത്യാസം, ഉടമ്പടി ഒരു ജീവിത ക്രമമാണ്, ആന്തരികമായ ഒരു ഈടിട്ടൊരു നിലപാടാണ്. ആധ്യാത്മികത ഇത്രയും അകരം ഉടമ്പടി ഒരു ജീവിത ശൈലിയായിട്ട് ജീവിക്കുന്ന മനുഷ്യരുടെ എണ്ണം ഇന്ന് കൂടുതലാണ്. അതുകൊണ്ടല്ലേ സിൽവർ ഗ്രേയൊക്കെ വരണത്. ഇപ്പം നിങ്ങളുടെ പലരുടെ കയ്യിൽ ഇരിക്കുന്നത് ഉടമ്പടി ഗ്രീൻ പേപ്പറാണ്, 1 ഇയർ. ഇനി സെക്കൻഡ് ഉണ്ട് ഉടമ്പടി ബ്ലൂ ഉണ്ട്, പിന്നെ തേർഡ് ഉണ്ട് ഉടമ്പടി വൈറ്റ് ഉണ്ട്, ഫോർത്ത് ഉണ്ട് ഉടമ്പടി സിൽവർ ഗ്രേ. അതുപോലെ അതിനകത്ത് പകുതിയോളം ആൾക്കാർ ഉടമ്പടി ഒരു ജീവിതക്രമം പോലെ ഇങ്ങനെ ആചരിച്ച് അതിന് സാക്ഷ്യം വഹിച്ചുകൊണ്ട് ഇതാണ് ജീവിതം. കാര്യം അതിൻ്റെ അകത്ത് എന്തെല്ലാം ഉണ്ട്. ഇപ്പോൾ ഷൈനി ഇടുക്കിയിൽ വന്ന ഷൈനിയുടെ സാക്ഷ്യം എന്ന് പറയുന്നത്, ശ്രുതികടെ മക്കളെ, ശ്രുതികടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ സ്തുതി, ഹല്ലേലൂയ, ഹല്ലേലൂയ, ആരാധന, ഹല്ലേലൂയ, 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 യേശുവേ ആരാധന, പ്രൈസ് ദി പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഷൈനി ഉടമ്പടിയിലാകുമ്പോൾ ഉടമ്പടിയെക്കുറിച്ച് നല്ല ആഴമായ അപാരമായ ബോധ്യങ്ങൾ ഷൈനിക്കുണ്ട്. ഷൈനിക്ക് വയസ്സ് 46 ഉണ്ടെന്ന് തോന്നുന്നു, 41, 42 വയസ്സുണ്ട്. അപ്പോൾ എന്താ പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ അവർക്ക് സീനിയർ കെയറിന് പോകണം. UK സീനിയർ കെയർ വിസ വേണം. അതാണ് സംഭവം. അവർ കർഷക കുടുംബത്തിൽ നിന്ന് വന്ന ആൾക്കാരാണ്. അതെന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്കിപ്പോൾ എല്ലാവർക്കും ഭയങ്കര സങ്കടകാലമല്ലേ. ഈ കോവിഡിൻ്റെ 2 കൊല്ലം കഴിഞ്ഞപ്പോൾ ഒത്തിരിയേറെ കടങ്ങൾ വന്ന്, അപ്പോൾ ഇനി നമുക്ക് പല ആൾക്കാരും പുതിയ മെച്ച സ്ഥലങ്ങൾ അന്വേഷിക്കുമ്പോൾ ഞാനെന്താ അവിടെ കൂടെ നിൽക്കണത്? ഈ കാലം അവിടെ കൂടെ നിൽക്കേണ്ട കാലമാണ്. അതിനുവേണ്ടി നമുക്ക് ഉടമ്പടി ദൈവം തന്നിരിക്കണം. ഈ കാലം വളരെ മോശമാണ്. ഇപ്പം തന്നെ ജോസഫ് എന്താ പറയണത്? ജീവൻ നിലനിർത്താൻ വേണ്ടി കർത്താവാണ് എന്നെ ഇങ്ങോട്ട് അയച്ചത്. അപ്പം കർത്താവാണ് അയച്ചുകൊണ്ടിരിക്കുന്നത്, ഇല്ലേ? കാനഡയിലേക്കായാലും ഇംഗ്ലണ്ടിലേക്കായാലും ജീവൻ നിലനിർത്താൻ വേണ്ടി പട്ടിണിക്കാലത്ത് അയച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് ദൈവം ഇപ്പം തുടങ്ങിയ റിക്രൂട്ടിംഗ് പരിപാടിയല്ല. ദൈവം തൻ്റെ ജനത്തെ കണ്ട കാലം മുതൽ ഇത് തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ജീവൻ നിലനിർത്താൻ വേണ്ടി ഓരോ സ്ഥലത്തേക്ക് ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. അത് ദൈവത്തിൻ്റെ ഒരു നടപടിയാണ്. കർത്താവാണ് എന്നെ ഇങ്ങോട്ട് അയച്ചത്. അപ്പോൾ എമിഗ്രേഷൻ ഓഫീസർ എന്ന് പറയുന്നത് ആരാണ്? കർത്താവാണ്. കഴിഞ്ഞ ദിവസങ്ങളൊരു സാക്ഷി അടിപൊളി ഉണ്ടായിരുന്നു. അതായത് അവൾക്ക് പ്രോസസ്സിങ്ങിനെല്ലാം ഭയങ്കര പ്രശ്നമുണ്ടായി. പ്രശ്നം ഉണ്ടായ സമയത്ത് ഉടനെ പുള്ളിക്കാരത്തി ഇവിടെ വന്നിട്ടൊരു പ്രഖ്യാപനം. എന്താ പ്രഖ്യാപനം? അമ്മയുടെ മുഖത്ത് നോക്കിയ ഒരു പ്രഖ്യാപനം. നല്ല രസകരമായ സാക്ഷ്യമാണ്. അത് ഞാൻ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട് ആ സാക്ഷ്യം. എന്താ പറയണത്? എൻ്റെ എമിഗ്രേഷൻ ഓഫീസർ അമ്മയാണ്, എനിക്ക് വേറെ ഒന്നും പറയാനില്ലെന്ന്. അതാണ് രസം. ആൾക്കാരുടെയൊക്കെ ഓരോ നിലപാടെന്ന് പറയുന്നത്. എൻ്റെ എമിഗ്രേഷൻ ഓഫീസർ, എനിക്ക് വേറെ ആരുടെ അടുത്തും ചെന്ന് ഞാൻ പറഞ്ഞ കാര്യമില്ല. എൻ്റെ എമിഗ്രേഷൻ ഓഫീസർ അമ്മയാണ്, ഞാനിത് അമ്മയെ ഏൽപ്പിക്കുന്നു. എൻ്റെ അമ്മ പിന്നെ ഗ്രീൻ ചാനലിലൂടെ ഈ ഇടിവെട്ട് പോലീസ് കയറി പോണത്. കാര്യം അതായത് നമ്മൾ ആർക്ക് വേണമെങ്കിലും ഇങ്ങനെയൊക്കെ പറയാം. പക്ഷെ ഇങ്ങനെ പറയണമെങ്കിൽ അതിന് പിന്നിലുള്ള ഒരു ദൈവത്തോടുള്ള ഒരു കടപ്പാടും അടുപ്പവും ഒക്കെ ഉണ്ടാകണം. വെറുതെ ചുമ്മാ പറയണമല്ല. അവരെ കർത്താവിന് ആത്മാർത്ഥമായ ഹൃദയത്തിൽ ദൈവത്തിന് വേണ്ടി ജീവിച്ചവരാണ്. ഇപ്പോൾ ഷൈനി എന്താ പറയണത്? ഷൈനി പറഞ്ഞത് എനിക്ക് 42 വയസ്സുണ്ട്. എൻ്റെ ഇടയ്ക്കാണെങ്കിൽ ഇപ്പോൾ 10-300 കപ്പയുടെ ചുവടും ഒരു 10-50 റബ്ബറൊക്കെയാണ്. കുഞ്ഞ് ജീവിതമായിട്ട് അങ്ങ് ജീവിച്ച് പോവുകയാണ്. അപ്പം ഞാൻ 5 പൈസ എൻ്റെ കയ്യിൽ കൊടുക്കാനില്ല ആർക്കും. ചോദിക്കണവന്മാരെല്ലാവരും പറയണത് 8 ലക്ഷം വേണം, 12 ലക്ഷം വേണം. ചില ഏജൻസി ചിലപ്പോൾ പറയും 14 ലക്ഷം വേണമെന്ന് പറയും. പക്ഷേ അതിന് പറയും ഞാൻ ഒറ്റ പൈസ തരത്തില്ലെന്ന് പറയും. ആരുടെ പറയണത്? അവരോടാ പറയണത്. എന്താ കാര്യം? ഞാൻ ഇത് പോണത് അമ്മയുടെ ആശീർവാദത്തിന്. അതാണ് ഉടമ്പടി ജീവിതമെന്ന് പറയണത്. ഉടമ്പടി ഒരു ജീവിതമാണല്ലോ ശരിക്കും. കാര്യം എൻ്റെ കാശില്ല, പക്ഷേ എൻ്റെ അമ്മ വിടുമെന്ന് എന്നോട് മനസ്സിനോട് പറയുന്നുണ്ട്.
എൻ്റെ അമ്മ എന്നെ വിടുമെന്ന് എൻ്റെ മനസ്സിനോട് പറഞ്ഞിട്ടുണ്ട്. വേറെ രസമുള്ളത് എനിക്ക് ഇംഗ്ലീഷൊക്കെ ഒന്നും അധികം അറിയാൻ പാടില്ല. ഇൻ്റർവ്യൂവിനൊക്കെ വരുന്നാൽ എന്ത് പറയും, സത്യം പറഞ്ഞാൽ എനിക്കൊരു ഇമെയിൽ സെൻഡ് പോലും അറിയാൻ പാടില്ല. ആ ഷൈനിയുടെ സാക്ഷി നിങ്ങൾ കേൾക്കണം. അതായത് അവരൊരു വീട്ടമ്മയല്ലേ, 42 വയസ്സായെന്ന് പറയുമ്പോൾ എങ്ങനെയായാലും അവർക്കൊരു 10ാം ക്ലാസ് അങ്ങനെ അല്ല അതല്ല, അവർ നേഴ്സാണ്. അതല്ല, ഇത്രയും നാൾ ഗ്യാപ്പ് വന്നില്ലേ, അവരുടെ മക്കളുമൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന പിള്ളേരല്ലേ. അപ്പോൾ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ഒരു നിലപാട്, ഈ കാർക്കശ്യമായ നിലപാട്, ഞാൻ ഒറ്റ പൈസ തരത്തില്ലെന്ന് പറഞ്ഞാൽ എന്താ കരുത്, അവിടെ പൈസ ഇല്ല കൊടുക്കാൻ, അതാണ് പ്രധാനപ്പെട്ട കാര്യം. പക്ഷെ അവർ ഈ ദാർഢ്യമായിട്ട് പറയണത് എന്താണ്, അമ്മയെ കണ്ടുകൊണ്ടാണ് പറയണത്. ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ടെന്നാണ് അതാണ് എൻ്റെ അടിയൊഴുക്ക്. അതാണ്, ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ട്. എന്താണ്, 5 പൈസ ഇല്ലാതെ എൻ്റെ അമ്മ എന്നെ കൊണ്ടുപോയിക്കൊള്ളൂ. അപ്പോൾ അവർ തിരക്കി എല്ലായിടത്തും. അപ്പോൾ 8 ലക്ഷം പറഞ്ഞു തൊട്ട് 14 ലക്ഷം വരെ പറഞ്ഞു പോകാൻ വേണ്ടി. പക്ഷേ ഇവരെന്താ ചെയ്യുക, അപ്പോൾ ഇവരെന്നിട്ട് ഈ എന്താ പറയുക, എനിക്കൊരു ഇമെയിൽ പോലും സെൻഡ് ചെയ്യാൻ അറിയാൻ പാടില്ല. അപ്പോൾ ഇമെയിൽ പോലും സെൻഡ് ചെയ്യാൻ അറിയാൻ പാടില്ലാത്ത ആളാണ് ഇംഗ്ലണ്ടിൽ ചെല്ലാൻ പോണത്. അതാണ് വിഷയം. പക്ഷെ അതല്ല, ഇംഗ്ലണ്ടിൽ ചെല്ലാനുള്ളൊരു മാനസികാവസ്ഥ ഡെവലപ്പ് ചെയ്ത് തന്നെ കണ്ടില്ലേ. നമുക്ക് ചിലപ്പോൾ ചിലത് അടുത്ത പഞ്ചായത്തിൽ പോകാത്ത ആൾക്കാരുണ്ടാവും. പക്ഷെ അവർക്കൊക്കെ ഉടമ്പടി എടുത്ത് കഴിയുമ്പോൾ അവരോട് കൂട്ടിച്ചേർക്കപ്പെടുന്നത് വലിയൊരു സ്വപ്നവും ഇച്ഛാശക്തിയും കൂടിയാണ്. ഇതൊക്കെ എങ്ങനെ വരണമെന്ന് നമുക്കറിയാൻ പറ്റത്തില്ല. എന്നിട്ട് അവസാനം ഇവർ ഒരു ബ്രിട്ടീഷ് കമ്പനി ഇവരോട് ഇൻ്റർവ്യൂ ചെയ്യുന്നുണ്ട്. അവർക്കറിയാവുന്ന പോലെയൊക്കെ അവർ പറയുന്നുണ്ട് അവരോട്. പക്ഷേ ഓഫർ ലെറ്റർ മാത്രം വരുന്നില്ല. അപ്പോൾ ഓഫർ ലെറ്റർ വരാതിരിക്കുമ്പോൾ ഇവർക്ക് മനസ്സിലാകും ഈ ഇംഗ്ലീഷുകാരൻ അല്ല ഇവരെ ഇത് റിജക്റ്റ് ചെയ്യണത്, ആപ്ലിക്കേഷൻ. ഇപ്പോൾ ഇംഗ്ലീഷുകാരൻ റിജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മിക്കവാറും പിന്നെ അത് അവർ ടേക്കപ്പ് ചെയ്യത്തില്ല. അപ്പോഴേ ഷൈനി ഒരു സാക്ഷ്യം കേൾക്കും. സാക്ഷ്യം കേൾക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ ഒരു ലെറ്റർ ജോലി, അതായത് നിരാകരിച്ച ജോലി കമ്പനി വീണ്ടും തിരിച്ചു വിളിക്കുന്ന ഒരു സാക്ഷ്യം കേൾക്കും. അപ്പോഴത് സാക്ഷ്യം അവളെ കേൾക്കണതല്ല, മാതാവ് അവളെ കേൾപ്പിക്കണതാണ്. അതായത് ഇങ്ങനെ ചുറ്റിപ്പറ്റി നടക്കണം മക്കളെ. ഉടമ്പടി ചെയ്യുമ്പോൾ നീ സത്യസന്ധമായിട്ടാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അമ്മ നിന്നെ വിടാതെ ഇങ്ങനെ ചുറ്റിപ്പറ്റി നാക്കും. ഇപ്പോൾ എന്താ സംഭവിച്ചിരിക്കുന്നത്, ഇവൾക്ക് ലെറ്റർ വരുന്നില്ല. ലെറ്റർ വരാത്തപ്പോൾ ഇവളിനി എന്ത് ചെയ്യുമെന്ന് അറിയാൻ പോലെ വിഷമിക്കുമ്പോൾ ഇവളൊരു സാക്ഷ്യം കേൾപ്പിക്കും. പണ്ട് അമ്മ എന്താ ചെയ്തതെന്ന് കാണിക്കാൻ വേണ്ടി ഒരു സാക്ഷ്യം. ഇപ്പം നിങ്ങൾ വിചാരിക്കരുത്, നിങ്ങളൊരു സാക്ഷ്യം കേട്ടാൽ പോലും അമ്മയുടെ ഒരു നിഴൽരൂപം അവിടെ എവിടെയെങ്കിലും കാണും. നിങ്ങൾ കേൾപ്പിക്കണമാണത്. നീ പിന്തിരിയരുത്, നീ ഉടമ്പടി കറക്റ്റ് ചെയ്യാൻ പറയും. അപ്പോഴുടനെ എന്താ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷൈനി വിചാരിക്കും അപ്പോഴുടനെ ഇവർ വിചാരിക്കേ ശരി എന്നാൽ ഉടമ്പടി കുറച്ചുകൂടി കാർക്കശ്യമാക്കിയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്മാറാനല്ല, അവരുടെ ഒരു ഗവൺമെൻറ് ആശുപത്രിയിലൊന്നും പോയിട്ടില്ല ഈ രോഗികളെ കാണാൻ വേണ്ടി. പിന്നെ ഷൈന ഉടനെ ഗവൺമെൻറ് ആശുപത്രിയിൽ പോകും. അപ്പോൾ ഞാൻ നിങ്ങളോട് പറയത്തില്ല ഗവൺമെൻറ് ആശുപത്രിയിൽ പോകണം, അവിടെ പാവപ്പെട്ട രോഗികളുണ്ട്, അവർക്ക് ഭക്ഷണം കൊടുക്കണം, വസ്ത്രം കൊടുക്കണം എന്നൊക്കെ പറയുമ്പോൾ ഇനിയിപ്പോൾ അത് ഗവൺമെൻറ് ആശുപത്രി പോകാനാണ്, നാട്ടിൽ തന്നെയുള്ള പല പ്രൈവറ്റ് ആശുപത്രിയും പോയേക്കാൻ രോഗികളെ കണ്ടാൽ മതിയല്ല. അതൊക്കെ ഇങ്ങനെ പെയ്തും പെരക്കി പിച്ചും പെയ്യും പറഞ്ഞാൽ കുറേ പെരിച്ചാഴികൾ ഉടമ്പടി എടുത്തിട്ടുണ്ട്. അതാണ് പ്രശ്നം. കാര്യം അവർക്ക് ഇതിനെക്കുറിച്ച് അറിയത്തില്ല. ഇതിന് ജ്ഞാനം കിട്ടിയിരിക്കണതും എന്നോടല്ലേ ഇത് പറഞ്ഞുകൊണ്ടിരിക്കണം എപ്പോഴും ഓരോ കാര്യം. ഞാൻ നിങ്ങളോട് പറയുമ്പോൾ അത് കറക്റ്റായിരിക്കും. നിങ്ങൾ സുവിശേഷ വേല ചെയ്തില്ലെങ്കിൽ ഇങ്ങനെ ഈ നാക്കിട്ട് ചലിപ്പിച്ച് ചെല്ലി ദൈവത്തിന് അകപ്പെടുത്താമെന്ന് വിചാരിച്ച് അകപ്പെടത്തില്ല. അങ്ങനെ അകപ്പെടുത്തുന്ന ദൈവമല്ല. സത്യമായ ദൈവമായത് കാരണം ഇങ്ങനെയുള്ള ചെപ്പടി വിദ്യകളിലൂടെ അകപ്പെടത്തില്ല. അതെന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതുകൊണ്ട് നിങ്ങൾ മാന്യം മര്യാദ ഇറങ്ങി ദൈവത്തിൻ്റെ സുവിശേഷ വേല ചെയ്യണം. എവിടെയെല്ലാം സുവിശേഷ വേല ചെയ്യാൻ നിങ്ങൾ തീരുമാനിച്ച് സത്യസന്ധമായിട്ട് ഉടമ്പടിയോട് നിങ്ങൾ പരിഗണിക്കുന്ന സമയത്ത് തീ കത്തും. അവൾ തന്നെ വേറെ ഒരു ഗവൺമെൻറ് ആശുപത്രിയിൽ പോയി രോഗികളെയൊക്കെ കണ്ട് പത്രമൊക്കെ കൊടുത്ത് ഭക്ഷണമൊക്കെ എത്തിച്ചു കൊടുത്ത് അവർ സുവിശേഷ വേല തുടങ്ങി. അപ്പം തന്നെ ഈ നിരാകരിച്ച കമ്പനി തിരിച്ച് വിളിച്ചു. ആ സെക്കൻഡാണ് വിളിക്കണത്, അത് ചെയ്തുകൊണ്ടിരിക്കുക തന്നെ വിളിക്കും. കാരണം ദൈവം വാക്ക് മാറത്തില്ല ഒരിക്കലും, നിങ്ങളാണ് ഈ വാക്ക് മാറണത്. പല ആൾക്കാർക്കും ഉടമ്പടിയിൽ വന്നിരിക്കുന്നത് അവർ പറയണ എന്തെങ്കിലും ചെയ്ത് വെക്കും. അതിൻ്റെ അകത്ത്
ഉടമ്പടി ചെയ്തിട്ട് എന്തെങ്കിലും ചെയ്ത് വെക്കും. കുറച്ച് പേര് അത് തൊട്ടടുത്തുള്ള ആരെങ്കിലും രോഗികളൊക്കെ പോയി കണ്ടിട്ട് മാതാവിൻ്റെ കണ്ണിൽ പൊടിയിടും. ചില ആൾക്കാർ പത്രം പലപ്പോഴായിട്ടൊക്കെ കൊടുത്തൊക്കെ തീർക്കും. അത് വെച്ചാൽ വല്ല വീട്ടിൽ വല്ല ഇൻസ്റ്റാൾമെൻറ്റാ വല്ല ചിട്ടിയുടെ കാശടക്കാനൊക്കെ വന്നവർക്ക് ഓരോ പത്രമൊക്കെ ഇങ്ങനെ കൊടുത്ത് അവിടെ വേറെ നമ്മുടെ കൈ നനയാതെ അവർ മീൻ പിടിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഇതൊന്നും വർക്കൗട്ട് ചെയ്യത്തില്ല. കാരണം നിങ്ങളിങ്ങനെ ചെയ്ത് ഒപ്പിക്കണ സാധനമല്ല ഇത്. ദൈവത്തിന് വേണ്ടി സുവിശേഷത്തിൻ്റെ സാക്ഷിയാകണ പരിപാടിയാണ്. അത് നെഞ്ചുറപ്പോടുകൂടി യേശുക്രിസ്തുവിൻ്റെ സാക്ഷിയാണ് ഞാൻ. കർത്താവിനെ അറിയിക്കാൻ, അറിഞ്ഞവരെ ആഴപ്പെടുത്താൻ കർത്താവെ എന്നെ അഭിഷേകം ചെയ്തതിന് നന്ദി പറയുന്നു. എന്നിലൂടെ 10,000 മനുഷ്യർ ഈ കാലഘട്ടത്തിൽ കർത്താവിലേക്ക് വിശ്വാസത്തിലേക്ക് വരും, അല്ലെങ്കിൽ ഞാൻ വരുത്തും. ഞാനിപ്പം മാത്രമല്ല, കാലാകാലം ഞാൻ മരിക്കണവരെ എൻ്റെ കർത്താവിന് വേണ്ടി ഞാൻ വേല ചെയ്യുമെന്ന് പറഞ്ഞ് സ്വർഗത്തിൻ്റെ പഠന്മാരായിട്ട് മാറാൻ വരുമ്പോൾ അപ്പം ദൈവമാരാണ് നിങ്ങളറിയാം. നിങ്ങളിങ്ങനെ വാദപ്പനിയും പിടിച്ച് ചിക്കൻ ഗുനിയായും വന്ന് ഡെങ്കിപ്പനിയും വന്ന് തക്കാളിയും വന്ന് എല്ലാം പിടിഞ്ഞ് പനി പിടിച്ച രോഗികളെപ്പോലെയാണ് പലരും ഈ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യണത്. കാര്യം ഇതിൻ്റെ ഈ വെടിമരുന്നിരിക്കുന്ന പ്രേക്ഷിത പ്രവർത്തനത്തിലാണ്. കാര്യം ഇത് ചെയ്യുന്ന പ്രാർത്ഥനയാണല്ല, ചെല്ലുന്ന പ്രാർത്ഥന അല്ലല്ലേ. കാര്യം നമുക്കറിയാമല്ലോ, എല്ലാ പ്രാർത്ഥനാ രൂപങ്ങളും മനുഷ്യന് പ്രതിസന്ധി വന്നപ്പോൾ തുടങ്ങിയതാണ്, ദൈവം തുടങ്ങിച്ചതാണ്. എല്ലാ പ്രാർത്ഥനാ രൂപങ്ങളും മനുഷ്യന് പ്രതിസന്ധി വന്നപ്പോൾ ദൈവം ഏതെങ്കിലും ഒരു മനുഷ്യനെ ദൈവമായിട്ട് അടുത്ത് നിൽക്കുന്ന ആൾക്കാരെ ദൈവം അഭിഷേകം ചെയ്തിട്ടുള്ളതാണ്. ഇപ്പം ജപമാല ഒരു കാലഘട്ടത്തിൽ 12-ാം നൂറ്റാണ്ട് 10 പ്ലേഗിൻ്റെ കാലം കഴിഞ്ഞപ്പോഴേ, അതായത് ലക്ഷക്കണക്കിന് മനുഷ്യർ മരിച്ചു തീർന്നിട്ടുള്ള ഒരു 10-ാം നൂറ്റാണ്ടുണ്ട്. കുരിശുയുദ്ധം നടത്തിയ 12-ാം നൂറ്റാണ്ട് വരെയുള്ള കാലങ്ങളിൽ യൂറോപ്പ് തളർന്നു പോയൊരു കാലഘട്ടത്തിലാണ് ഈ ശക്തിയുടെ ആയുധമായിട്ട് വരുന്നത്, ജപമാലയായിട്ട് വരുന്നത്. അപ്പോൾ ആ ഒരു കാലഘട്ടം സെൻറ്റ് ഡോമിനിക്കാണ് ഇതിൻ്റെ പ്രയുക്തമായിട്ട് വരണത്. അങ്ങനെ ഒരു മനുഷ്യനാണ്, വൈദികനാണ്. പക്ഷേ എന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ അന്നത്തെ കാലത്ത് ദൈവത്തോട് ഏറ്റവും അടുപ്പം ഉണ്ടായിരുന്നൊരു മനുഷ്യനാണ്. അതുകൊണ്ട് ദൈവം അദ്ദേഹത്തിലൂടെയാണ് അത് ഉയർത്തിക്കൊണ്ട് വന്നത്, അത് നിറവേറ്റിക്കൊണ്ട് വന്നത്. പിന്നെ അത് ലോകത്തിൻ്റെ മുഴുവനും ശക്തിയുടെയും സംരക്ഷണത്തിൻ്റെയും സംവിധാനമായി മാറി ജപമാല. അതൊക്കെ മുമ്പൊരു കാര്യമായിട്ട് ചെയ്തായിരുന്നു. എന്താണ്? കുരിശിൻ്റെ വഴി. അത് ഒരു മനുഷ്യനാണ് ചെയ്തത്. ആരാണത്? ഫ്രാൻസിസ് അസീസി. തുർക്കികൾ ജെറുസലേം മുഴുവൻ വളഞ്ഞ് അത് മുഴുവൻ കീഴടക്കി കഴിഞ്ഞപ്പോൾ വിശുദ്ധ നാട്ടിൽ പ്രാർത്ഥിക്കാൻ പോകാൻ പറ്റാതിരുന്ന ഫ്രാൻസിസ് അസീസിക്ക് സങ്കടം വന്ന് അങ്ങനെ അദ്ദേഹത്തിൻ്റെ മുറിയിൽ തന്നെ ഈ 12-ാം നൂറ്റാണ്ടിൽ അദ്ദേഹത്തിൻ്റെ മുറിയിൽ തന്നെ കർത്താവിൻ്റെ ചില സ്ഥലങ്ങളൊക്കെ എഴുതി വെച്ച് കർത്താവിൻ്റെ വീഴ്ചയെക്കുറിച്ചും കുരിശ് ചുമക്കുന്നതിനെക്കുറിച്ചുമൊക്കെ ആത്മാവിൽ ധ്യാനിച്ച് കർത്താവിൻ്റെ പീഡാനുഭവം കൊണ്ട് ഐക്യപ്പെട്ട് അങ്ങേര് രൂപപ്പെടുത്തിയെടുത്തതാണ് കുരിശിൻ്റെ വഴി. ഒരു വ്യക്തിയാണ് അല്ലേ? ഓരോ പ്രതിസന്ധി വരുമ്പോൾ ദൈവത്തിൻ്റെ അഭിഷിക്തരെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന അഭിഷിക്തരിലൂടെയാണ് ദൈവം ഓരോ കാര്യങ്ങൾ ചെയ്യണത്. ഇത് തന്നെയാണ് ഈ 13-ാം നൂറ്റാണ്ടിൽ കാര്യം. ഇതെല്ലാം 12, 13, 14, 16 നൂറ്റാണ്ട് രൂപപ്പെട്ട് വന്നിട്ടുള്ള ഭക്തകൃത്യങ്ങളാണ് ഇന്നും ജ്വലിച്ച് നിൽക്കണതേ. അതായത് ഇപ്പോൾ തന്നെ ഉദാഹരണത്തിന് ലൊംബാർഡ്സ്, വിസിഗോട്ട്സ്, അതുപോലെ തന്നെ മൂർസ്, ഇവരെല്ലാം റോമിനെ ആക്രമിച്ച് പൊട്ടിച്ച് തവിട് പൊടിയായി കഴിഞ്ഞപ്പോൾ അച്ഛന്മാരെയും വിശ്വാസികളെയും സിസ്റ്റേഴ്സിനെയൊക്കെ 100 കണക്കിന് കൊല്ലുമായിരുന്നു ഈ ലൊംബാർഡ്സ്. ഇതിപ്പോൾ ഭീകരവർഗമാണ്. അങ്ങനെ വന്നപ്പോൾ ലൊംബാർഡ്സ് ക്ലാരപ്പുണ്യാളത്തിയുടെ കോൺവെൻറ്റിലൊക്കെ 100 കുതിരകളുമായിട്ട് വെട്ടിക്കൊല്ലാൻ വേണ്ടി കയറുമ്പോൾ ക്ലാരപ്പുണ്യാളത്തി ഈ നാഴി പോലെ ഒരു സംവിധാനത്തിലാണ് കുർബാന എന്ന് സൂക്ഷിച്ചിരുന്നത് രോഗികൾക്ക് വേണ്ടി. ആ ചെറിയ നാഴിയും പിടിച്ചുകൊണ്ട് പുറത്തേക്ക് വരും. കർത്താവേ, ഞങ്ങൾക്ക് ആരുമില്ല, നീ മാത്രമേ ഉള്ളൂ എന്ന്. അതുകൊണ്ട് തന്നെ ഈ ലൊംബാർഡ്സിൻ്റെ മുമ്പിൽ ഇങ്ങനെ വിറച്ചു തള്ളി തുള്ളി കുർബാനയുമായിട്ട് നിൽക്കും. അതോടുകൂടി ഇവർ പിന്തിരിഞ്ഞു പോകും. അന്ന് മുതലാണ് ആരാധന തുടങ്ങുന്നത്, ദിവ്യകാരുണ്യ ആരാധന. അപ്പം ഇങ്ങനെ ആരാധനയായാലും ജപമാലയായാലും കുരിശിൻ്റെ വഴിയായാലും സഭയുടെ ഓരോ ആപൽഘട്ടങ്ങളിൽ കിട്ടിയ അഭിഷേകങ്ങളാണ്. അതെല്ലാം വ്യക്തികളിലൂടെ തുടങ്ങിയതാണ്. ലോകത്തിന് പ്രതിസന്ധി വന്നപ്പോൾ വ്യക്തികളിലൂടെ ദൈവത്തിൻ്റെ അഭിഷേകത്തിലൂടെ ദൈവം തുടങ്ങിയ ലോക ശക്തീകരണത്തിൽ നടത്തിയ ദൈവബന്ധത്തിൻ്റെ ഒരു
പ്രാർത്ഥന പദ്ധതികളാണ് അതൊക്കെ. പക്ഷെ ഉടമ്പടി അതല്ല. ഉടമ്പടി മനുഷ്യരാശിക്കൊരു പ്രതിസന്ധി വന്നപ്പോൾ ഉണ്ടായതല്ല, ദൈവത്തിനൊരു പ്രതിസന്ധി വന്നപ്പോൾ ദൈവം കണ്ടുപിടിച്ചതാണ് ഉടമ്പടി. അതാണ് മറ്റു പ്രാർത്ഥനകളും ഉടമ്പടിയും തമ്മിലുള്ള വ്യത്യാസം. ദൈവത്തിന് പ്രതിസന്ധി വരുമ്പോൾ നിങ്ങൾക്ക് ദൈവത്തിന് പ്രതിസന്ധിയാണ്. അതെ, ദൈവം സൃഷ്ടിച്ച ജനം ദൈവത്തെക്കാൾ ഉപരി ദൈവത്തിൻ്റെ കൽപ്പനകൾ മറന്ന് സാത്താന് വിധേയപ്പെട്ട് കൃപ നഷ്ടപ്പെടുത്തി പോയപ്പോഴാണ് ഏദനിലെ ആദ്യത്തെ ഉടമ്പടി ഉണ്ടാകുന്നത്. മനസ്സിലായില്ലേ? പിന്നീട് ഏദൻ്റെ ഉടമ്പടി കഴിയുമ്പോഴാണ് രണ്ടാമത്തെ ഉടമ്പടി. ആദത്തിൻ്റെ ഉടമ്പടി കഴിഞ്ഞ ശേഷമാണ് ഏദൻ ഉടമ്പടി. ഏദൻ ഉടമ്പടി തന്നെയും ആണ് മരിയൻ ഉടമ്പടി. എന്താണ്? ഈ കൃപ നഷ്ടപ്പെട്ട മനുഷ്യന് വീണ്ടും കൃപ അഭിഷേകം ഉണ്ടാകാൻ വേണ്ടി ദൈവം കണ്ടുപിടിച്ചാണ് ഉടമ്പടി. കൃപ നഷ്ടപ്പെട്ട മനുഷ്യന്, അശക്തരായിപ്പോയ മനുഷ്യരെ, ദൈവത്തിന് അകന്നുപോയ മനുഷ്യരെ, ജീവിതത്തിൽ തരിപ്പണമായി പരാജയപ്പെടാൻ പോകുന്ന മനുഷ്യനെ തൻ്റെ മാറോട് ചേർത്ത് വെക്കാൻ വേണ്ടി ദൈവം കണ്ടുപിടിച്ചതാണ് ഉടമ്പടി. എയ്ഡൻ, കവനൻ്റ് ഓഫ് ഈഡൻ. അതിലെന്താണ് പറയണത്? നിനക്കും സ്ത്രീക്കും തമ്മിൽ 33:15 നിൻ്റെ സന്തതിക്കും സ്ത്രീയുടെ സന്തതിക്കും തമ്മിൽ ഞാൻ ശത്രുത ഉളവാക്കും, അവൻ്റെ കുതികാലിന് നീ പരിക്കേൽപ്പിക്കുമെന്ന്. അപ്പം അവൻ അവിടെ വരികയാണ്. അവൻ മാത്രമല്ല, സ്ത്രീയും. അവൻ പറയണ പോലെ ചെയ്യാൻ പറയണത് സ്ത്രീയാണ്. മനസ്സിലായില്ലേ? അവൻ പറയണത് പോലെ ചെയ്യാൻ പറയണത് സർപ്പത്തിന് കുതികാലിൽ, സർപ്പത്തിന് തലക്ക് ചവിട്ടിയ അവൻ പറയണത് പോലെ ചെയ്യാൻ പറയണതും പറഞ്ഞ് ചെയ്യിക്കണതും സ്ത്രീയാണ്. ആ സ്ത്രീയാണ് മറിയാം. അവരുടെ മധ്യസ്ഥത്തിലാണ് ഈ മരിയൻ ഉടമ്പടി. അപ്പോഴിതെന്ന് പറയണത് ചൊല്ലണ പ്രാർത്ഥനയല്ല, ചെയ്യണ പ്രാർത്ഥനയാണ്. ദൈവത്തിൻ്റെ പ്രതിസന്ധി ഉണ്ടായ കാലത്ത് മനുഷ്യന്മാർ കണ്ടുപിടിച്ചതല്ല, ദൈവം മുൻകൈയെടുത്ത് ചെയ്തതാണെന്നുള്ള ബോധ്യം നമുക്കുണ്ടാകണം. കൈയിടിച്ച് കർത്താവിനെ കൃപാസനത്തിൻ്റെ